നമസ്കാരം. ജനഹിതം 2024 നാലാം ഭാഗത്തേക്ക് സ്വാഗതം. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് ഇക്കുറി സംസാരിക്കുന്നത്. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ തുടങ്ങിയ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. ശ്രീ അനിൽ ആൻ്റണി NDAയുടെ അല്ലെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടിയാണ് ഇവിടുത്തെ മത്സരത്തിന് അല്ലെങ്കിൽ ലോക്സഭാ അംഗത്തിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൈവന്നത്. ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ചില സുഹൃത്തുക്കൾ പറഞ്ഞത് ശ്രീ അനിൽ ആൻ്റണിയുടെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വം വളരെ കാലം മുമ്പ് തന്നെ തീരുമാനിച്ചുറപ്പിച്ചതും രഹസ്യധാരണകൾ ഉണ്ടാക്കിയതുമാണെന്നാണ്. അതായത് അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുവായ ഉന്നതനായ കോൺഗ്രസ് നേതാവ് ചില സാമുദായിക നേതാക്കളും സഭാ മേലധ്യക്ഷന്മാരുമായി ഇക്കാര്യം ചർച്ച ചെയ്യുകയും അവർ BJPയുടെ ഉന്നത നേതൃത്വവുമായി സംസാരിച്ച് ധാരണയുണ്ടാക്കുകയും ആയിരുന്നു. സ്വാഭാവികത നിലനിർത്താൻ വേണ്ടി സസ്പെൻസ് നിലനിർത്തി എന്നു മാത്രം. അങ്ങനെയുള്ള ധാരണകൾ യാഥാർത്ഥ്യമാണെങ്കിൽ അനിൽ ആൻ്റണി മാന്യമായ ഭൂരിപക്ഷത്തിൽ ജയിക്കും. LDF, UDF പക്ഷങ്ങളിലുള്ള കേരള കോൺഗ്രസുകളുടെ പോലും നല്ലൊരു ശതമാനം വോട്ടുകൾ സഭാ മേലധ്യക്ഷന്മാരുടെ ഇടപെടൽ കൊണ്ട് അനിൽ ആൻ്റണിക്ക് അനുകൂലമാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കണക്കുകൾ തികച്ചും വ്യത്യസ്തമാണ്. ഞങ്ങൾ വോട്ടർമാരുമായി സംവദിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കണക്കുകൾ പ്രകാരം കാഞ്ഞിരപ്പള്ളിയിൽ 29% പേർ BJPക്ക് അനുകൂലമായും 32% പേർ UDFന് അനുകൂലമായും 34% പേർ LDFന് അനുകൂലമായും പ്രതികരിച്ചു. അതായത് BJPക്ക് 38,442 വോട്ടുകളും UDFന് 42,419 വോട്ടുകളും LDFന് 45,071 വോട്ടുകളും കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് ലഭിക്കാം. പൂഞ്ഞാറിൽ BJPക്ക് അനുകൂലമായി 35% പേര് വോട്ടർമാരും UDFന് അനുകൂലമായി 32% വോട്ടർമാരും LDFന് അനുകൂലമായി 28% വോട്ടർമാരും പ്രതികരിച്ചു. അതായത് പൂഞ്ഞാറിൽ BJPക്ക് 46,624 വോട്ടുകൾ ലഭിക്കാം, UDFന് 42,628 വോട്ടുകൾ ലഭിക്കാം, LDFന് 37,299 വോട്ടുകൾ ലഭിക്കാം. തിരുവല്ലയിൽ BJPക്ക് അനുകൂലമായി 28% പേർ പ്രതികരിച്ചപ്പോൾ UDFന് അനുകൂലമായി 35% പേരും LDFന് അനുകൂലമായി 32% പേരും പ്രതികരിച്ചു. അവർക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ BJPക്ക് 42,418, UDFന് 53,022, LDFന് 48,478. റാന്നിയിൽ BJPക്ക് അനുകൂലമായി 24% പേരും UDFന് അനുകൂലമായി 34% പേരും LDFന് അനുകൂലമായി 37% പേരും പ്രതികരിക്കുകയുണ്ടായി. അപ്പോൾ റാന്നിയിൽ BJPക്ക് 33,785 വോട്ടുകളും UDFന് 47,863 വോട്ടുകളും LDFന് 52,086 വോട്ടുകളും ലഭിക്കാം. ആറന്മുളയിൽ BJPക്ക് അനുകൂലമായി 31% വോട്ടർമാരും UDFന് അനുകൂലമായി 34% വോട്ടർമാരും LDFന് അനുകൂലമായി 30% വോട്ടർമാരും പ്രതികരിച്ചു. BJPക്ക് 52,125 വോട്ടുകളും UDFന് 57,169 വോട്ടുകളും LDFന് 50,443 വോട്ടുകളും ലഭിക്കാം. കോന്നിയിൽ BJPക്ക് അനുകൂലമായി 34% വോട്ടർമാരും UDFന് അനുകൂലമായി 32% വോട്ടർമാരും LDFന് അനുകൂലമായി 29% വോട്ടർമാരും പ്രതികരിച്ചു. BJPക്ക് 49,188 വോട്ടുകളും UDFന് 46,294 വോട്ടുകളും LDFന് 41,954 വോട്ടുകളും ലഭിക്കാം. അടൂരിൽ BJPക്ക് അനുകൂലമായി 28% പേര് വോട്ടർമാരും UDFന് അനുകൂലമായി 34% വോട്ടർമാരും LDFന് അനുകൂലമായി 31% വോട്ടർമാരും പ്രതികരിക്കുകയുണ്ടായി. BJPക്ക് 42,043 വോട്ടുകളും UDFന് 51,053 വോട്ടുകളും LDFന് 46,548 വോട്ടുകളും ലഭിക്കാം. ആകെ വോട്ടുകൾ കണക്ക് കൂട്ടുമ്പോൾ അനിൽ ആൻ്റണിക്ക്, അതായത് BJPയുടെ അനിൽ ആൻ്റണിക്ക് 3,04,625 വോട്ടുകളും UDFിൻ്റെ ആൻ്റോ ആൻ്റണിക്ക് 3,40,448 വോട്ടുകളും LDFിൻ്റെ ശ്രീ തോമസ് ഐസക്കിന് 3,21,877 വോട്ടുകളും ലഭിക്കാം. അതായത് UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമാൻ ആൻ്റോ ആൻ്റണി 18,571 വോട്ടുകളുടെ മാർജിനിൽ വിജയിക്കാം. അതായത് രണ്ടാം സ്ഥാനത്ത് വരുന്ന ശ്രീ തോമസ് ഐസക്കിന് 3,21,877 വോട്ടുകളും ഒന്നാം സ്ഥാനത്ത് വരുന്ന ശ്രീ ആൻ്റോ ആൻ്റണിക്ക് 3,40,448 വോട്ടുകളും ലഭിക്കാം. ഒട്ടും പിറകിലല്ലാതെ ശ്രീ അനിൽ ആൻ്റണി 3,04,625 വോട്ടുകൾ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് നമുക്ക് ലഭിച്ച കണക്കുകൾ. ഇനി ആര് ജയിക്കുമെന്നുള്ളത് ഇലക്ഷൻ വരെ കാത്തിരുന്ന്, അല്ലെങ്കിൽ ഇലക്ഷൻ്റെ ഫലം വരുന്നത് വരെ കാത്തിരുന്ന് കാണാം. അടുത്ത വീഡിയോയിൽ നമ്മൾ മാവേലിക്കര മണ്ഡലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നന്ദി, നമസ്കാരം.